ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഇന്ത്യൻ ജോഗ്രഫിയെക്കുറിച്ചാണ്. ഇന്ത്യൻ ജോഗ്രഫിയുടെ ഒരു സീരീസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് സെഷൻ 1 ആണ്. ഇൻ ദിസ് സെഷൻ വിൽ ബി ഡിസ്കസിങ് അബൌട്ട് സം ഓഫ് ദ ബേസിക് ഫാക്ട്സ് ദറ്റ് യു വിൽ ഹാവ് ടു റിമെമ്പർ while you are learning Indian geography. Okay, so let's start. The first thing that I am going to teach you is about the boundaries. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ പ്ലേറ്റ് ആണ്. അപ്പോൾ ഈ ഇന്ത്യൻ പ്ലേറ്റിൻ്റെ കുറച്ച് ബൗണ്ടറീസ് ഉണ്ട്. നോർത്തും സൗത്തും വെസ്റ്റും ഈസ്റ്റിലും ഒക്കെ ആയിട്ട് ഇന്ത്യൻ പ്ലേറ്റ് ഇസ് ഹാവിങ് ബൗണ്ടറീസ്. അപ്പോൾ ഏതൊക്കെയാണ് ഈ ബൗണ്ടറീസ് എന്നാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. നോർത്തേൺ ബൗണ്ടറിയാണ് ഹിമാലയ. ഓക്കെ, ഹിമാലയ ഇസ് ദ നോർത്തേൺ ബൗണ്ടറി. ആൻഡ് സദേൺ ബൗണ്ടറി എന്ന് പറയുന്നത് ഇന്ത്യൻ ഓഷ്യൻ ആണ്. ഈസ്റ്റേൺ ബൗണ്ടറി എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശിൻ്റെ സൈഡിൽ കൂടെ പോകുന്ന നമ്മുടെ പൂർവാഞ്ചൽ ഹിൽസും, നോർത്ത് വെസ്റ്റ് ബൗണ്ടറി എന്ന് പറയുന്നത് സുലൈമാൻ ആൻഡ് കിർത്താർ റേഞ്ചസുമാണ്. നോർത്തേൺ സൈഡ് ഇസ് ഹിമാലയ, സദേൺ സൈഡ് ഇസ് ഇന്ത്യൻ ഓഷ്യൻ, ഈസ്റ്റേൺ സൈഡ് ഇസ് പൂർവാഞ്ചൽ ഹിൽസ് ആൻഡ് ദ നോർത്ത് വെസ്റ്റ് സൈഡ് ഇസ് സുലൈമാൻ ആൻഡ് കിർത്താർ റേഞ്ചസ്. നോർത്തേൺ സൈഡ് ഹിമാലയ എന്ന് ഞാൻ പറഞ്ഞു. ഹിമാലയാസ് എന്ന് പറയുന്നത് ഇതൊക്കെ ബൗണ്ടറീസ് ആണ്. അപ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് ബൗണ്ടറീസ് ആണുള്ളത്. അതായത് കൺവേർജൻറ്റ് ബൗണ്ടറിയും ഉണ്ട്, ഡൈവേർജൻറ്റ് ബൗണ്ടറിയും ഉണ്ട്. ഇഫ് യു ഹാവ് ലേൺഡ് ദീസ് തിങ്സ് ഇൻ വേൾഡ് ജോഗ്രഫി ഇറ്റ് വുഡ് ഹാവ് ബീൻ ഈസിയർ ഫോർ യു. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാം അബൌട്ട് കൺവേർജൻറ്റ് ആൻഡ് ഡൈവേർജൻറ്റ് ബൗണ്ടറീസ്. കൺവേർജൻറ്റ് ബൗണ്ടറീസ് എന്ന് പറഞ്ഞാൽ ഇഫ് ടു പ്ലേറ്റ്സ് ആർ കൊളൈഡിങ് വിത്ത് ഈച്ച് അതർ. ഇതിപ്പോൾ രണ്ട് പ്ലേറ്റ്സ് ആണ്. ഈ രണ്ട് ടെക്ടോണിക് പ്ലേറ്റ്സും കൂടെ തമ്മിൽ കൊളൈഡ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഇടിക്കുകയാണെങ്കിൽ അങ്ങനെ ഫോം ചെയ്യുന്നൊരു ബൗണ്ടറിയാണ് നമ്മൾ കൺവേർജൻറ്റ് ബൗണ്ടറി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇന്ത്യൻ പ്ലേറ്റ് അല്ലെങ്കിൽ ഇപ്പം രണ്ട് ബൗണ്ടറീസ് തമ്മിൽ ഇഫ് ദേ ആർ മൂവിങ് എപ്പാർട്ട് ഫ്രം ഈച്ച് അതർ, ഈ ഒരു സ്പേസ് കണ്ടോ, ഇപ്പം ഇഫ് ദേ ആർ മൂവിങ് എപ്പാർട്ട് ഫ്രം ഈച്ച് അതർ, ഇഫ് ടു പ്ലേറ്റ്സ് ആർ മൂവിങ് എപ്പാർട്ട് ഫ്രം ഈച്ച് അതർ, നമ്മൾ പറയും ദാറ്റ് ഇറ്റ് ഇസ് എ ഡൈവേർജൻറ്റ് ബൗണ്ടറി എന്ന്. ഹിമാലയ ഇസ് എ കൺവേർജൻറ്റ് ബൗണ്ടറി വൈൽ ഇന്ത്യൻ ഓഷ്യൻ അല്ലെങ്കിൽ ഈ ഒരു സദേൺ പാർട്ട് എന്ന് പറയുന്നത് ഒരു ഡൈവേർജൻറ്റ് ബൗണ്ടറി ആണ്. ഐ ഹാവ് എക്സ്പ്ലെയിൻഡ് ഇറ്റ് ഇൻ ദിസ് ഡയഗ്രാം. ഇന്ത്യൻ പ്ലേറ്റ് യുറേഷ്യൻ പ്ലേറ്റുമായിട്ട് ഇടിച്ച സമയത്താണ് അല്ലെങ്കിൽ കൊളൈഡ് ചെയ്ത സമയത്താണ് ഇവിടെ കൺവേർജൻറ്റ് ബൗണ്ടറി ഫോം ചെയ്തത്. ആ ഒരു കൺവേർജൻറ്റ് ബൗണ്ടറി കൊണ്ടാണ് ഇവിടെ ഹിമാലയാസ് പൊന്തി വരുന്നത്. ആൻഡ് നെക്സ്റ്റ് തിങ് ഇസ് ഇന്ത്യൻ പ്ലേറ്റ് ഇസ് മൂവിങ് അവേ ഫ്രം ദ അന്റാർട്ടിക് പ്ലേറ്റ്. അപ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് വരുന്നു. ഈ ഗ്യാപ്പാണ് നമ്മുടെ ഡൈവേർജൻറ്റ് ബൗണ്ടറി എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചു പ്ലേറ്റ് ടെക്ടോണിക് ബൗണ്ടറീസ്. ഇൻ ദ നോർത്തേൺ സൈഡ് ഇറ്റ് ഇസ് ഹിമാലയ, ഇറ്റ് ഇസ് എ കൺവേർജൻറ്റ് ബൗണ്ടറി. സദേൺ സൈഡ് ഇസ് ഇന്ത്യൻ ഓഷ്യൻ, ഇറ്റ് ഇസ് എ ഡൈവേർജൻറ്റ് ബൗണ്ടറി. ആൻഡ് നോർത്ത് വെസ്റ്റും ഈസ്റ്റും അതും കൺവേർജൻ്റ് ആണ്, കാരണം ഒരു പ്ലേറ്റിലേക്ക് ഇടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നോർത്ത് വെസ്റ്റും ഈസ്റ്റും കൺവേർജൻറ്റ് ബൗണ്ടറീസ് ആണ്. അതായത് സുലൈമാൻ ആൻഡ് കിർത്താർ റേഞ്ചസും പൂർവാഞ്ചൽ ഹിൽസും. ഇതാണ് പ്ലേറ്റ് ടെക്ടോണിക് ബൗണ്ടറീസ് അല്ലെങ്കിൽ ഇന്ത്യൻ പ്ലേറ്റിൻ്റെ ബൗണ്ടറീസ് എന്ന് പറയുന്നത് ഇതാണ്. നെക്സ്റ്റ് തിങ് ഇസ് ഇന്ത്യ എന്ന് പറയുന്നത് 7th ലാർജസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് ആണ്. ഇന്ത്യ ഇസ് 7th ലാർജസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ്. അപ്പോൾ ഇതാണ് ദ ഫസ്റ്റ് ബേസിക് കോൺസെപ്റ്റ് ദറ്റ് യു ഹാവ് ടു ലേൺ വൈൽ യു ആർ സ്റ്റാർട്ടിങ് വിത്ത് ഇന്ത്യൻ ജോഗ്രഫി. നെക്സ്റ്റ് തിങ് ഇസ് അബൌട്ട് ദ ബോർഡേഴ്സ് ഓഫ് ഇന്ത്യ. അപ്പോൾ നമ്മൾക്ക് അറിയാം, ബോർഡേഴ്സ് ഓഫ് ഇന്ത്യ അല്ല, ഏറ്റവും എക്സ്ട്രീം പോയിൻറ്റ്സ് ഏതൊക്കെയാണെന്ന്. അതായത് നോർത്തേൺ മോസ്റ്റിലെ പോയിൻ്റ് ഏതാണ് ഇന്ത്യയുടെ, അല്ലെങ്കിൽ ആ ബൗണ്ടറിയിലെ ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള പോയിൻ്റ് ഏതാണ്, സദേൺ മോസ്റ്റിലെ ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള പോയിൻ്റ് ഏതാണ്, അതുപോലെ വെസ്റ്റിലും ഈസ്റ്റിലെയും പോയിൻറ്റ്സ് ഏതാണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. നോർത്തേൺ മോസ്റ്റ് ടെറിട്ടറി അല്ലെങ്കിൽ നോർത്തേൺ മോസ്റ്റ് പീക്ക് ഓഫ് ഇന്ത്യ, പോയിൻ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ദ്രാകോൾ ആണ്. ഇന്ദ്രാകോൾ ഇസ് ദ നോർത്തേൺ മോസ്റ്റ് പോയിൻ്റ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇന്ദ്രാകോൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ലഡാക്കിലാണ്. നോർത്തേൺ മോസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇന്ദ്രാകോൾ ആണ്. ഇറ്റ് ഇസ് ലൊക്കേറ്റഡ് ഇൻ ലഡാക്ക്. സദേൺ മോസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇന്ദ്ര പോയിന്റ് ആണ്. ഇന്ദ്ര പോയിന്റ് അല്ലെങ്കിൽ പിഗ്മാലിയൻ പോയിന്റ് എന്നും പറയും. അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഗ്രേറ്റ് നിക്കോബാർ, അതായത് നമ്മുടെ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിലെ ഗ്രേറ്റ് നിക്കോബാറിലാണ് ഈ ഒരു ഇന്ദ്ര പോയിന്റ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഇസ് എ സദേൺ മോസ്റ്റ് എക്സ്റ്റെൻറ്റ് ഓഫ് ഇന്ത്യ. നോർത്തേൺ മോസ്റ്റ് എക്സ്റ്റെൻറ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ദ്രാകോൾ ആണ്. ഇറ്റ് ഇസ് ലൊക്കേറ്റഡ് ഇൻ ലഡാക്ക്. While the southernmost extent of India is Indra Point or Pygmalion Point that is located in Great Nicobar. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. You have to learn these two. പിന്നെ അടുത്തതെന്ന് പറയുന്നത് വെസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് നമുക്കറിയാം. വെസ്റ്റേൺ മോസ്റ്റ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഗുജറാത്ത് ആണ്. അപ്പം വെസ്റ്റേൺ മോസ്റ്റ് എക്സ്റ്റെൻറ്റും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഗുജറാത്തിലായിരിക്കും. അത് ഗുവർമോട്ട എന്നാണ് പറയുന്നത്. വെസ്റ്റേൺ മോസ്റ്റ് എക്സ്റ്റെൻറ്റ് ഓഫ് ഇന്ത്യ ഇസ് ഗുവർമോട്ട. ആൻഡ് കമ്മിങ് ടു ഈസ്റ്റേൺ പാർട്ട്, ഈസ്റ്റേൺ മോസ്റ്റ് എക്സ്റ്റെൻറ്റ് ഓഫ് ഇന്ത്യ ഇസ്
Kibitu. So we know that the easternmost state of India is Arunachal Pradesh. So Kibitu is located in Arunachal Pradesh. Okay. So നമ്മളിവിടെ പഠിച്ചത് നോർത്തേൺമോസ്റ്റ്, സദേൺമോസ്റ്റ്, വെസ്റ്റേൺമോസ്റ്റ് ആൻഡ് ഈസ്റ്റേൺമോസ്റ്റ് പോയിന്റ്സ് ഓഫ് ഇന്ത്യ ആണ്. നോർത്തേൺമോസ്റ്റ് എന്ന് പറയുന്നത് ഇന്ദ്ര കോൾ ആണ്. ഇറ്റ് ഇസ് ലൊക്കേറ്റഡ് ഇൻ ലഡാക്ക്. സദേൺമോസ്റ്റ് എന്ന് പറയുന്നത് ഇന്ദ്ര പോയിന്റ് ഓർ പിഗ്മാലിയൻ പോയിന്റ്. ഇറ്റ് ഇസ് ലൊക്കേറ്റഡ് ഇൻ ഗ്രേറ്റ് നിക്കോബാർ. Westernmost point is Guar Mota. It is located in Gujarat. Easternmost point is Kibitu. It is located in Arunachal Pradesh. The next thing you have to note down is നോർത്ത് ടു സൗത്ത് എക്സ്റ്റെൻഡ് ആണോ, നോർത്ത് ടു സൗത്ത് എക്സ്റ്റെൻഡിനാണോ ഇന്ത്യക്ക് ലെങ്ത് കൂടുതൽ, അല്ലെങ്കിൽ വെസ്റ്റ് ടു ഈസ്റ്റ് എക്സ്റ്റെൻഡിനാണോ ഇന്ത്യക്ക് ലെങ്ത് കൂടുതൽ എന്നുള്ളതാണ്. ഓക്കെ, സോ നോർത്ത് ടു സൗത്ത് എക്സ്റ്റെൻഡ് ഇസ് മോർ കമ്പയർഡ് ടു വെസ്റ്റ് ടു ഈസ്റ്റ് എക്സ്റ്റെൻഡ്. നോർത്ത് ടു സൗത്ത് എക്സ്റ്റെൻഡിനാണ് ലെങ്ത് കൂടുതൽ കമ്പയർഡ് ടു വെസ്റ്റ് ടു ഈസ്റ്റ് എക്സ്റ്റെൻഡ്. സോ ദീസ് ആർ ദ തിങ്സ് ദാറ്റ് യു ഹാവ് ടു റിമെമ്പർ. ഓക്കെ, നെക്സ്റ്റ് വൺ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ബൗണ്ടറീസ് ഓഫ് ഇന്ത്യയാണ്. ഓക്കെ, സോ ഇന്ത്യക്ക് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ബോർഡറിങ് കൺട്രീസ് എന്ന് പറയുന്നത് 7 ബോർഡേഴ്സ് ആണ് ഇന്ത്യക്കുള്ളത്. ഓക്കെ, 7 ബോർഡേഴ്സ് ഇന്ത്യക്കുണ്ട്. അപ്പോൾ ബോർഡേഴ്സ് ഏതൊക്കെയാണ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ പഠിക്കേണ്ടത് ലാർജസ്റ്റ് ബോർഡർ ടു സ്മോളസ്റ്റ് ബോർഡർ, ആ ഒരു ഓർഡറിലാണ് നമ്മളിത് പഠിക്കുന്നത്. ഓക്കെ, സോ ദ ലാർജസ്റ്റ് ബോർഡർ ഇസ് ബംഗ്ലാദേശ്. ബംഗ്ലാദേശ് ഇസ് ദ ലാർജസ്റ്റ് ബോർഡർ ഓഫ് ഇന്ത്യ. After that comes China, then Pakistan, then Nepal, then Myanmar, Bhutan and Afghanistan. Okay, so these are the order in which you have to learn about the borders. Largest border എന്ന് പറയുന്നത് ബംഗ്ലാദേശ് ആണ്. After that China, Pakistan, then Nepal, Myanmar, Bhutan, then comes Afghanistan. Afghanistan is the smallest border. India is having a very small border with Afghanistan also. So then we are having 7 borders. Okay, അപ്പോൾ ഈ ഒരു ഓർഡറിൽ വേണം ബോർഡറിങ് കൺട്രീസ് നമ്മൾ പഠിക്കാനായിട്ട്. നെക്സ്റ്റ് തിങ് ഈസ് അബൌട്ട് ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ഓക്കെ, സോ വി ഓൾ നോ അബൌട്ട് ദ ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസ് ഓർ ഇമാജിനറി ലൈൻസ് അല്ലേ. ഇമാജിനറി ലൈൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ വി ആർ ഹാവിങ് ഇക്വേറ്റർ ഓവർ ഹിയർ, ദെൻ കംസ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ആൻഡ് ദെൻ വി ഹാവ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ഓവർ ഹിയർ, റൈറ്റ്. ഇക്വേറ്റർ കഴിഞ്ഞിട്ട് നോർത്തേൺ സൈഡിലാണ് ക്യാൻസർ, സദേൺ സൈഡിലാണ് കാപ്രിക്കോൺ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഈ ലാറ്റിറ്റ്യൂഡിനൽ ഇമാജിനറി ലൈൻസ് ആണ് നമ്മുടെ സീസൺസും ക്ലൈമറ്റും ഒക്കെ ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്. സോ ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുന്നത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് 23.5 ഡിഗ്രി നോർത്തിലും, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് 23.5 ഡിഗ്രി സൗത്തിലുമാണ്. ഇക്വേറ്റർ ഇസ് 0 ഡിഗ്രി. ഓക്കെ, സോ ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുന്നത് പാസ് ചെയ്യുന്നതിൽ ഒരു കൺട്രി നമ്മുടെ ഇന്ത്യയാണ്. ഓക്കെ, സോ ഹിയർ വി ഹാവ് ടു ലേൺ അബൌട്ട് ദ സ്റ്റേറ്റ്സ് ത്രൂ വിച്ച് ദിസ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഇസ് പാസിംഗ് ത്രൂ ആൻഡ് about some of the basic concepts also. Okay, so tropic of cancer കണ്ടോ, ഇത് ഇങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതായത് ഇറ്റ് ഈസ് ഡിവൈഡിങ് ഓൾമോസ്റ്റ് ഇന്ത്യ ഇൻറ്റു 2 halves, റൈറ്റ്. സോ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്സ് ആണെന്നുള്ളത് പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ 8 സ്റ്റേറ്റ്സിലൂടെയാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ പാസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലൈൻ നോക്കിയാൽ യു വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഇറ്റ് ഈസ് പാസിംഗ് ത്രൂ ഗുജറാത്ത്, പിന്നെ രാജസ്ഥാൻ്റെ ഒരു ചെറിയ പോർഷൻ, പിന്നെ മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, after that Tripura and Mizoram. These are the 8 states through which tropic of cancer is passing through. And the thing that you have to notice that it is not passing through Orissa, it is not touching Bihar, it is also not touching Uttar Pradesh. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെക്കുക. ആൻഡ് ദ നെക്സ്റ്റ് തിങ് ഇസ് അബൌട്ട് എ റിവർ. ആ ഒരു റിവർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഇസ് കട്ടിങ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ ട്വൈസ്. അതായത് ഫസ്റ്റ് ഇറ്റ് ഇസ് സ്റ്റാർട്ടിങ് ഫ്രം ഇറ്റ് ഇസ് കട്ടിങ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ ട്വൈസ്. അതായത് ഇറ്റ് ഇസ് സ്റ്റാർട്ടിങ് ഫ്രം മധ്യപ്രദേശ്, പിന്നെ രാജസ്ഥാനിലേക്ക് പോകും, തിരിച്ച് ഗുജറാത്തിലേക്ക് വരും. അങ്ങനെയാണ് ആ റിവർ ക്രോസ് ചെയ്യുന്നത്. സോ ദർ ഇസ് ഓൺലി 1 റിവർ ദറ്റ് കട്ട് ട്രോപ്പിക് ഓഫ് ക്യാൻസർ ട്വൈസ്. അതിനെ വിളിക്കുന്ന പേരാണ് മാഹി റിവർ. ഓക്കെ, മാഹി റിവർ ഇസ് എ റിവർ ദറ്റ് കട്ട്സ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ ട്വൈസ്. അപ്പോൾ എന്തൊക്കെ നമ്മൾ പഠിച്ചു? ട്രോപ്പിക് ഓഫ് ക്യാൻസർ 8 സ്റ്റേറ്റ്സിലൂടെയാണ് പോകുന്നത്. 8 സ്റ്റേറ്റ്സിൽ ആരൊക്കെയാണുള്ളത്? ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ത്രിപുര ആൻഡ് മിസോറാം. അതിൽ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒറീസ, ഉത്തർപ്രദേശ് ആൻഡ് ബീഹാർ, ദേ ആർ നോട്ട് ടച്ചിങ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ഓക്കെ, സോ ദീസ് ആർ തിങ്സ് ദാറ്റ് യു ഹാവ് ടു ലേൺ. നെക്സ്റ്റ് തിങ് ഈസ് അബൌട്ട് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. സോ ഇന്ത്യ ഇസ് ഹാവിങ് എ വെരി വാസ്റ്റ് എക്സ്റ്റെൻറ്റ്, റൈറ്റ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഈ വെസ്റ്റിൽ നിന്നും ഈസ്റ്റിലേക്ക് പോകുന്ന സമയത്ത് ഇന്ത്യക്ക് ഒത്തിരി ടൈം സോൺസിൻ്റെ ആവശ്യം വരും. സോ വാട്ട് ദേ ഹാവ് ഡൺ ഇസ് ദാറ്റ് ദേ ഹാവ് പ്ലാൻഡ് ഫോർ എ യൂണിഫൈഡ് ടൈം. അപ്പോൾ എവിടെ നിന്ന് നോക്കിയാലും ഇന്ത്യക്ക് ഒരു യൂണിഫൈഡ് ടൈം വരും എന്നുള്ള രീതിയാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത്. സോ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഇസ് 82.5 ഡിഗ്രി ഈസ്റ്റ്.
82.5 ഡിഗ്രി ഈസ്റ്റ് ആണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത്. സി ഈ ഒരു പോയിൻ്റാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു പോയിൻ്റാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെന്താ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം പാസ് ചെയ്ത് പോകുന്ന സ്റ്റേറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. നമ്മൾ പഠിച്ചു ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഇസ് പാസിംഗ് ത്രൂ 8 സ്റ്റേറ്റ്സ് അല്ലേ. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഇസ് പാസിംഗ് ത്രൂ 5 സ്റ്റേറ്റ്സ്. ആ 5 സ്റ്റേറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മളിനി പഠിക്കേണ്ടത്. ദാറ്റ് ഇസ് ഉത്തർപ്രദേശിലൂടെ പാസ് ചെയ്യുന്നുണ്ട്, മധ്യപ്രദേശിലൂടെ പാസ് ചെയ്യുന്നുണ്ട്, ഛത്തീസ്ഗഡിലൂടെ പാസ് ചെയ്യുന്നുണ്ട്, ഒഡീഷ ആൻഡ് ആന്ധ്രാപ്രദേശ്. 5 സ്റ്റേറ്റ്സിലൂടെയാണ് പാസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ ആൻഡ് ആന്ധ്രാപ്രദേശ്. അതിൽ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ജാർഖണ്ഡിലൂടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം പാസ് ചെയ്യുന്നില്ല, ബീഹാറിനെയും ടച്ച് ചെയ്യുന്നില്ല. ഈ 2 കാര്യങ്ങളാണ് ഓർത്തിരിക്കേണ്ടത്. ഓക്കെ, 5 സ്റ്റേറ്റിലൂടെയാണ് പാസ് ചെയ്യുന്നത്. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഒഡീഷ. ജാർഖണ്ഡില്ല, ഛത്തീസ്ഗഡ്, ഒഡീഷ, ആന്ധ്രാപ്രദേശ്. ഓക്കെ, പിന്നെ ഒരു 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 ടൗണിലൂടെയും പാസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സിറ്റിയിലൂടെയും പാസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പേരാണ് മിർസാപൂർ. ഓക്കെ, അതും ഒന്ന് നോട്ട് ഡൗൺ ചെയ്യണം. മിർസാപൂരിലൂടെയും പാസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഇതാണ് അപ്പം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം 82.5 ഡിഗ്രി ഈസ്റ്റ് ആണ്. 5 സ്റ്റേറ്റിലൂടെയാണ് പാസ് ചെയ്യുന്നത്. ട്രോപ്പിക് ഓഫ് ക്യാൻസർ പാസ് ചെയ്യുന്നത് 23.5 ഡിഗ്രി നോർത്ത്, പാസ് ചെയ്യുന്നത് 8 സ്റ്റേറ്റിലൂടെയാണ്. പിന്നെ ഒരു റിവർ ഉണ്ട്, ട്വൈസ് ആയിട്ട് ട്രോപ്പിക് ഓഫ് ക്യാൻസറിനെ കട്ട് ചെയ്ത് പോകുന്നത്, അത് മാഹി റിവറാണ്. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആക്ച്വലി 2ആയിട്ട് ഡിവൈഡ് ചെയ്യും എന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ. നോർത്തിനെയും സൗത്തിനെയും 2ആയിട്ട് ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ നോർത്തിൻ്റെ ഏരിയ ആണോ വലുത് അല്ലെങ്കിൽ സൗത്തിൻ്റെ ഏരിയ ആണോ വലുത് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ. ഏരിയ ടു ദ നോർത്ത് ഇസ് ട്വൈസ് ദാറ്റ് ഓഫ് ദ സൗത്ത് എന്നുള്ളതാണ്. ഓക്കെ, സോ നോർത്തിലെ ഏരിയ ആണ് സൗത്തിൻ്റെ ഏരിയനേക്കാളും കൂടുതൽ. പക്ഷെ നമ്മളിപ്പോൾ ഈ ഫിഗറൊക്കെ നോക്കുമ്പോൾ നമുക്ക് തോന്നും സൗത്തിൻ്റെ ഏരിയ ആണ് കൂടുതലെന്ന്. ബട്ട് അങ്ങനെയല്ല. ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഡിവൈഡ് ചെയ്യുമ്പം ഏരിയ ടു ദ നോർത്ത് ഇസ് ട്വൈസ് ദാറ്റ് ഓഫ് ദ സൗത്ത്. ഓക്കെ, സോ ഇത്രയുമാണ് ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ പറഞ്ഞത്. അതായത് നമ്മൾ ബേസിക് ഫാക്ട്സ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. വി ഡിസ്കസ്ഡ് അബൌട്ട് ദ ബൗണ്ടറീസ് ഓഫ് ടെക്ടോണിക് പ്ലേറ്റ്സ്, ബൗണ്ടറീസ് ഓഫ് അവർ ഇന്ത്യൻ tectonic plate, and after that we discussed about the northernmost, southernmost, easternmost and westernmost points of India. പിന്നെ നമ്മൾ ബൗണ്ടറീസ് ഡിസ്കസ് ചെയ്തു, ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഡിസ്കസ്